നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മോസ്കോയിൽ അഭയം തേടിയ സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് തേപ്പെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അസദിനെ തേച്ചതാണ് മഹാതേപ്പ്. സിറിയയുടെ പരമാധികാരിയായിരുന്ന ഏകാധിപതി ബാഷർ അൽ അസദ് ഇന്ന് അഭയാർത്ഥിയായി ഇതാ മോസ്കോയിൽ കഴിയുന്നു. ഒരുപാട് പണച്ചാക്കുകളും കെട്ടിയെടുത്തുകൊണ്ടായിരുന്നു അസദ് മോസ്കോയിലെത്തിയത്. എന്നാൽ മോസ്കോയിൽ സംഗതി അത്ര ശുഭകരമല്ല. പ്രസിഡന്റിൻ്റെ പകിട്ടില്ല, അധികാരമില്ല, രാജ്യഭരണമൊക്കെ നഷ്ടപ്പെട്ടു. മോസ്കോയിൽ കഴിയുന്നത് അഭയാർത്ഥിയായി. ഒടുവിലിത ഭാര്യ അസദിനെ തേച്ച് നേരെ UK പറക്കുന്നു. ഡൈവേഴ്സ് വാങ്ങിയാണ് ഭാര്യയുടെ പോക്ക്. 2000 ആണ്ടിലാണ് സിറിയയിലേക്ക് അസ്മ അൽ അസദ് താമസം മാറ്റിയത്. അതേ വർഷം തന്നെ തന്റെ 25ാമത്തെ വയസ്സിൽ അവർ അസദിനെ വിവാഹം ചെയ്തു. അസദിന്റെ ഭാര്യയായി നീണ്ട 24 വർഷങ്ങൾ. ഈ 24 വർഷവും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അവർ രാജ്ഞിയായി വാണു. എന്നാൽ ഇപ്പോൾ സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അസദിന്റെ ഭാര്യ അസ്മ അൽ അസദ് മോസ്കോയിലെ തന്റെ ജീവിതത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. തുർക്കി, അറബ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വിശദമായ വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോസ്കോയിലെ ജീവിതം മടുത്തു. അസ്മ അതുകൊണ്ട് തന്നെ UK പറക്കാനൊരുങ്ങുന്നു. വിവാഹമോചനത്തിനായി റഷ്യൻ കോടതിയിൽ അസ്മ അപേക്ഷ നൽകി. ഒപ്പം മോസ്കോ വിടാനുള്ള അനുമതിയും തേടി. അസ്മയുടെ അപേക്ഷ റഷ്യൻ അധികാരികൾ വിലയിരുത്തി വരികയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയൻ മാതാപിതാക്കളാൽ ലണ്ടനിൽ ജനിച്ചു വളർന്ന ഇരട്ട ബ്രിട്ടീഷ് സിറിയൻ പൗരയാണ് അസ്മ. 2000-ലാണ് അസ്മ സിറിയയിലേക്ക് താമസം മാറിയത്. അതേ വർഷം തന്നെ തന്റെ 25ാമത്തെ വയസ്സിൽ അസദിനെ അവർ വിവാഹം ചെയ്തു. ബാഷർ അൽ അസദ് മോസ്കോയോട് ഒരു അഭയാഭ്യർത്ഥന നടത്തുകയും തുടർന്ന് സുരക്ഷിതനായ അദ്ദേഹത്തെ മോസ്കോയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു റഷ്യൻ ഭരണകൂടം. എന്നാൽ മോസ്കോയിലെത്തിയ അസദിന് അത്ര വലിയ സൗകര്യങ്ങൾ അവിടെ കാത്തിരിപ്പില്ല. കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയനായാണ് ഇപ്പോൾ അസദ് മോസ്കോയിൽ ജീവിക്കുന്നത്. മോസ്കോ വിട്ടുപോകാനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ അദ്ദേഹത്തിന് അനുവാദമില്ല. അദ്ദേഹത്തെ നടുക്കിക്കളഞ്ഞത് മറ്റു ചില സംഭവങ്ങളാണ്. റഷ്യൻ അധികൃതർ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും പണവുമൊക്കെ മരവിപ്പിച്ചു. 270 കിലോഗ്രാം സ്വർണവും $2 ബില്യൺ മോസ്കോയിലെ 18 അപ്പാർട്ട്മെന്റുകളും അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുന്നു. ഇത്ര വലിയ തുകയൊക്കെ വളരെ സുരക്ഷിതമായി മോസ്കോയിൽ കടത്തി അതിനുശേഷമായിരുന്നു അസദിന്റെ പലായനം. എന്നാൽ താൻ കരുതിയതുപോലെയല്ല അവിടെ കാര്യങ്ങൾ. ബാഷർ അൽ അസദിന്റെ സഹോദരൻ മഹർ അൽ അഷദിന് ഇതുവരെ റഷ്യ അഭയം നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അപേക്ഷ ഇപ്പോഴും പരിഗണനയിലാണ് എന്ന് റഷ്യൻ അധികൃതർ പറയുന്നു. ഇക്കാര്യങ്ങൾ സൗദി, തുർക്കി റിപ്പോർട്ടുകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മഹറും കുടുംബവും ഇപ്പോൾ റഷ്യയിൽ വീട്ടുതടങ്കലിലാണ്. HTSന്റെ നേതൃത്വത്തിലുള്ള വിമതസേന ദമാസ്കസിലേക്ക് കടന്ന അതേ ദിവസം തന്നെയാണ് ബാഷർ അൽ അസദ് നേരെ ലതാക്കിയയിലെത്തി അവിടെ നിന്ന് മോസ്കോയിലേക്ക് തിരിച്ചത്. ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന വാർത്തകൾ പിന്നീട് പുറത്തുവന്നു. അമേരിക്ക തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയ സംഘടനയാണ് HTS. എന്നാൽ ഇപ്പോൾ അമേരിക്ക HTSനെ തീവ്രവാദ സംഘടനയിൽ നിന്ന് ഒഴിവാക്കി. സംഘടനാ തലവൻ അൽ ജോലാനിയെയും ഭീകര പട്ടികയിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കി. അൽ ജോലാനിയുടെ തലയ്ക്ക് $10 മില്യൺ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അതും അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. ഈ മാസമാണ് അസദിനെ പുറത്താക്കിയത്. അതിനു മുൻപ് ഏകദേശം 61 വർഷം അധികാരത്തിലിരുന്ന അസദ് കുടുംബവാഴ്ചയാണ് സിറിയയിൽ തകർന്നടിഞ്ഞത്. പണവും പ്രതാപവും നഷ്ടപ്പെട്ട അസദിനെ ഒടുവിൽ ഭാര്യ കൂടി കൈയൊഴിയുന്നു. അസ്മ അസദിന്റെ പ്രായം 49 വയസ്സാണ്. തനിക്കേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ UK താൻ പോകുന്നുവെന്നും അടുത്ത സുഹൃത്തുക്കളോട് അസ്മ പറഞ്ഞതായി ഇപ്പോൾ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1971 മുതൽ 2000 വരെ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി 2000 ആണ്ടിൽ അധികാരമേറ്റു ബാഷർ അൽ അസദ്. നീണ്ട 24 വർഷം സിറിയൻ പ്രസിഡന്റ്. സിറിയയിൽ നിന്നുള്ള അസദിന്റെ പലായനം അത് സംഭവബഹുലമായിരുന്നു. പെട്ടെന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് അസദ്. തന്റെ സേന പൂർണ്ണമായും HTSന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ രാജ്യം വിടുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ അസദിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2018-19 കാലഘട്ടത്തിൽ ചില അപകടങ്ങൾ മണത്ത അസദ് ഒരുപാട് പണം നേരെ മോസ്കോയിലേക്ക് കടത്തിയിരുന്നു. തന്റെ ബന്ധുക്കളുടെ പേരിൽ നിരവധി അപ്പാർട്ട്മെന്റുകൾ അവിടെ വാങ്ങിക്കൂട്ടി. അധികാരം വിട്ടൊഴിഞ്ഞ് മോസ്കോയിലെത്തുമ്പോൾ ഈ പണവും സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ തനിക്ക് തുണയേകുമെന്നാണ് അസദ് കരുതിയത്. എന്നാൽ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. ഇതുവരെ റഷ്യ പൂർണ്ണമായി സിറിയൻ പ്രസിഡന്റായിരുന്ന അസദിനെ പിന്തുണച്ചിരുന്നു എങ്കിലും അധികാരം നഷ്ടപ്പെട്ട അസദിനോട് അത്ര വലിയ കരുണയൊന്നും റഷ്യ കാട്ടുന്നില്ല. കടുത്ത നിയന്ത്രണങ്ങൾ അസദിന് മേൽ ഏർപ്പെടുത്തി.
നിരവധി അറബ് രാജ്യങ്ങളോട് അഭയം ചോദിച്ചിരുന്നു റഷ്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അസദ്. എന്നാൽ എല്ലാവരും കൈമലർത്തി. അമേരിക്കയെ ഭയന്നായിരുന്നു സൗദി അറേബ്യയും ഖത്തറുമൊക്കെ അസദിന് നേർക്ക് വാതിലുകൾ കൊട്ടിയടച്ചത്. റഷ്യയിൽ മോസ്കോയിലെത്തിയ അസദ് സുരക്ഷിതനാണ് എന്ന തോന്നൽ പൊതുവെ ലോകത്തിനുണ്ടായി. എന്നാൽ അസദിൻ്റെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും തുടരണമെന്ന ആഗ്രഹം, ഒപ്പം എന്തെങ്കിലും ഒരിക്കൽ സിറിയ തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നില്ല ഇപ്പോൾ റഷ്യയുടെ സേനാ വിഭാഗങ്ങൾ ഇപ്പോഴും ലഡാക്കിയ, ടാർട്ടസ് തുടങ്ങിയ മേഖലകളിലുണ്ട്. പൂർണ്ണമായി സൈന്യം ഇതുവരെ സിറിയയിൽ നിന്ന് ഒഴിവായിട്ടുമില്ല. റഷ്യയെ സംബന്ധിച്ച് അതിനിർണായകമാണ് സിറിയയിലെ ഇടപെടലുകൾ. കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം സിറിയയിലുണ്ട് എന്നത് റഷ്യയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. നേർക്കുനേർ ഒരു വെല്ലുവിളി ഇതുവരെ അൽ-ജുലാനി റഷ്യയുടെ നേർക്ക് ഉയർത്തിയിട്ടില്ല. എന്നാൽ ഇറാൻ ഇനി മുതൽ സിറിയൻ മണ്ണിൽ ഉണ്ടാകില്ല എന്ന് അൽ-ജുലാനി തീർത്തു പറഞ്ഞിരുന്നു. അസദ് എന്ന ഏകാധിപതിയെ കാത്തിരുന്നത് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. വിധി അത് അസദിനെ പൂർണ്ണമായി തളർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുൻ സിറിയൻ പ്രസിഡന്റായിരുന്ന ഹഫീസ് അസദിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച ആ കല്ലറ പോലും തകർത്തെറിഞ്ഞു പോരാളികൾ. ഹഫീസ് സയ്യിദിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടത്തിന്റെ ചുവരുകളിൽ ജനങ്ങൾ എഴുതിയിട്ടു, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുക ഹഫീസ്. മകൻ ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം ജനക്കൂട്ടം ഹഫീസ് അസദിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. പിന്നീട് കെട്ടിടം പൂർണ്ണമായി അഗ്നിക്കിരയാക്കി. അതിനു മുന്നിൽ നിന്ന് ആളുകൾ ഫോട്ടോ എടുത്തു. വിധി അത് നിന്നെ കാത്തിരുന്നുവെന്ന് ജനങ്ങൾ ആക്രോശിച്ചു. അസദ് രാജവംശത്തിന്റെ അരനൂറ്റാണ്ടിലേറെക്കാലം നീണ്ടുനിന്ന ക്രൂരഭരണം. ഒരുപാട് ജനങ്ങളെ, വിമർശകരെ അവർ ക്രൂരമായി പീഡിപ്പിച്ചു. പലരെയും കൊന്നൊടുക്കി. അസദിന്റെ കുപ്രസിദ്ധമായ ജയിലുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നവയായിരുന്നു. വിമർശകരെ ഒന്നാകെ കൊന്നെറിഞ്ഞ അസദ് ഏകാധിപതി എന്ന പേരിൽ ഏറ്റവും ക്രൂരമായ ഭരണം നടത്തി. ഹഫീസ് സയ്യിദിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് മുന്നിൽ വലിയ മൈതാനം. അതിനു ചുറ്റും പ്രസിഡന്റിനും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ നിരവധി വില്ലകൾ. തീരദേശ നഗരമായ ലഡാക്കിയ അഭിമുഖീകരിക്കുന്ന പർവ്വതനിരകളിലെ മുൻ പ്രസിഡന്റ് രാജവംശത്തിന്റെ ജന്മനാടാണ്. ആ ജന്മനാടായ കർദാഹയിലെ താമസക്കാരൊക്കെ ആ ഇടം വിട്ട് ഓടിപ്പോയിരുന്നു. കാരണം പ്രസിഡന്റിനും അവരുടെ വീട്ടുകാർക്കും മാത്രമായിരുന്നു ആ മേഖല കുത്തകയാക്കി വെക്കാൻ കഴിഞ്ഞത്. ബാഷർ അൽ അസദ് സിറിയ വിട്ടതിന് തൊട്ടു പിന്നാലെ ജനക്കൂട്ടം അസദിന്റെ വീട് കാലിയാക്കി. വാട്ടർ ടാപ്പുകൾ അവർ ഒഴുക്കിവിട്ടു. അസദുകൾ അത്യാഡംബരത്തിൽ ജീവിച്ചപ്പോൾ ഭൂരിഭാഗം ഖർദാഹ നിവാസികളും അസദിനെ പോലെ അൽവൈലറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിലെ അംഗങ്ങളിൽ പലരും ദരിദ്ര ജീവിതമാണ് നയിച്ചത്. ഉപജീവനത്തിനായി അവർ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്തു. തങ്ങളുടെ മക്കളെ അവർ പട്ടാളത്തിലയച്ചത് സർക്കാരിനോടുള്ള കൂറുകൊണ്ടായിരുന്നില്ല, മറിച്ച് ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നതുകൊണ്ട്. അസദ് ഏറെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ലഡാക്കിയ മേഖലയിലെ ജനങ്ങൾ പോലും ഹഫീസ് അസദിന്റെ ശവകുടീര ഓർമ്മകൾ വലിച്ചെറിഞ്ഞു. അതുതന്നെയാണ് വിധി അയാളെ കാത്തിരുന്നത്. മോസ്കോയിലെ ഒരടച്ചിട്ട വീടിനുള്ളിൽ ഇനി ശിഷ്ടകാലം ജീവിക്കുക, അതായിരിക്കാം അസദിന്റെ വിധി. ഒടുവിൽ ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന വിചിത്ര കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.